പ്രപഞ്ച സൃഷ്ടാവിൻ നാമം അത്യുന്നതം മഹോന്നതം. സൃഷ്ടിജാലവൃന്ദങ്ങളെ പാടൂ കർത്താവിൻ സങ്കീർത്തനം. ഓ കർത്താവിൻ സങ്കീർത്തനം. രാജപതാക ഇടവക ജനങ്ങളുടെ പ്രതിനിധികളായ ബഹുമാനപ്പെട്ട പാരിഷ് കൗൺസിൽ അംഗങ്ങളിൽ നിന്നും പുരോഹിതൻ ഏറ്റുവാങ്ങി ആശീർവാദത്തിനായി അൾത്താരയിൽ സമർപ്പിക്കുമ്പോൾ സഭയെ നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മ ചൈതന്യം ഈ പതാകയിലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരിലും കടന്നുവരുന്നതിനും നിലനിൽക്കുന്നതിനുമായി ആത്മാവേ ചൈതന്യമേ എന്ന ഗാനം ഗായക സംഘം ആലപിക്കുന്നു. നിമിഷങ്ങൾ ഏറ്റവും ഭക്തിസാന്ദ്രമാക്കുന്നതിനായി അനന്ത സ്നേഹ സാമ്രാജ്യം വാഴും രാജാതിരാജന്റെ തിരുനടയിൽ എന്ന ഗാനം ഗായക സംഘം ആലപിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നിയന്താവുമായ ക്രിസ്തുരാജാവേ, അങ്ങയുടെ സ്തുതിഗീതങ്ങൾ ആലപിക്കുവാൻ ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ഭക്തസമൂഹത്തെ തൃക്കൺ പാർക്കണമേ. ഈ വർഷത്തെ തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് ഞങ്ങൾ ഉയർത്തുവാൻ പോകുന്ന പതാകയെ അങ്ങയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. നിന്റെ തിരുമുഖം തുടച്ച വെറോനിക്കായുടെ വെള്ളത്തൂവാലയിൽ തിരുമുഖം പതിപ്പിച്ചതുപോലെ ഈ പതാകയിലും അങ്ങയുടെ അനുഗ്രഹം ചൊരിയണമേ. മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പത്തെ നോക്കിയവർ ജീവൻ പ്രാപിച്ചതുപോലെ
അങ്ങയുടെ തിരുമുഖ ദർശനത്താൽ ഞങ്ങൾ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും, മാനസിക അസ്വസ്ഥതകളിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും, കഷ്ടതയിൽ നിന്നും മോചിതരാകുവാൻ സഹായിക്കണമേ. എന്നെന്നും പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടള്ളണമേ. ആമീൻ. രാജാക്കന്മാരുടെ രാജാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഗായക സംഘം പാടുമ്പോൾ നമുക്ക് ഈ കർമ്മങ്ങളുടെ പ്രധാന ഭാഗത്തേക്ക് പ്രവേശിക്കാം. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. കാലം കാതോത്തിരിക്കും അവിടുത്തെ കാലൊച്ച കേട്ടു ഞങ്ങൾ, കാലൊച്ച കേട്ടു ഞങ്ങൾ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. തിരകളുയരുമ്പോൾ, തീരം മങ്ങുമ്പോൾ, തോണി തുഴഞ്ഞു തളരുമ്പോൾ, മറ്റാരുമാരുമില്ലാശ്രയം നിൻവാതിൽ മുട്ടുന്നു ഞങ്ങൾ, തുറക്കില്ലേ.
വസന്തായ നമഃ. സ്വാഗതം സ്വാഗതം ഉദയകതിരവ പ്രഭ ചൊരിയും ക്രിസ്തുരാജ സന്നിധിയേ. ഞങ്ങളിൽ കനിയണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചവർക്ക് യേശു സ്പർശനം കൊണ്ട് അനുഗ്രഹം നൽകി. ആ അന്ധരെ പോലെ ഞങ്ങളും വിളിച്ചപേക്ഷിക്കുന്നു, ക്രിസ്തുരാജ ഞങ്ങളിൽ കനിയണമേ. ക്രിസ്തുരാജന്റെ അനുഗ്രഹത്താൽ സൗഖ്യം പ്രാപിച്ചവർ, സാന്ത്വനം ലഭിച്ചവർ, സന്താന സൗഭാഗ്യം കിട്ടിയവർ, രോഗശാന്തി ലഭിച്ചവർ, കുടുംബസമാധാനം പ്രാപിച്ചവർ സന്തോഷത്തിൻ്റെ വികാരവുമായി തിരുസന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ച എല്ലാ കൃപകളെയും അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചുകൊണ്ട് വെട്ടുകാട് ഇടവകയിലെ 71ാമത്തെ ക്രിസ്തുരാജ്യത്തെ തിരുനാൾ ആരംഭിക്കുന്നതായി ദൈവത്തിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു. യേശു സമരിയയിലെ സിക്കാർ എന്ന പട്ടണത്തിൽ എത്തി. യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം. യാക്കോബിൻ്റെ കിണർ അവിടെയാണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറ്റിൻ്റെ കരയിലിരുന്നു. എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. ആ സമരിയക്കാരി അവനോട് ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ സമരിയക്കാരിയായ എന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നത് എന്തിന്? യഹൂദരും സമരിയക്കാരും തമ്മിൽ സമ്പർക്കമൊന്നും ഇല്ലല്ലോ. യേശു അവളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. പ്രകാശ
ഏറ്റുചൊല്ലുക. ആൽഫായും ഒമേഗായും ആദിയും അന്തവുമായ ദൈവമേ, മനുഷ്യരെല്ലാവരും ദൈവമക്കളും സഹോദരീ സഹോദരന്മാരാണെന്നും ഞങ്ങൾ വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി സേവനത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ച ക്രിസ്തുരാജ, എന്റെ സഹോദരങ്ങളുടെ ഐക്യത്തിനും രാജ്യത്തിന്റെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും സമാധാനത്തിനും വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. ആമേൻ. ഈ ദേവാലയത്തിലെ 71ാമത് ക്രിസ്തുരാജത്വ തിരുനാളിന് സമാരംഭം കുറിച്ചുകൊണ്ട് ഇടവക വികാരി റവറൻ ഫാദർ സൈറസ് കളത്തിൽ ആശീർവദിച്ച് ക്രിസ്തുരാജ പതാക വാനിലേക്ക് ഉയർത്തുന്നു.